Okay, students. So now let's discuss the part 3, last part of the chapter in the attic. സോ പാർട്ട് ഫസ്റ്റും പാർട്ട് സെക്കൻഡും കാണാത്തവരുണ്ട് എങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ലാസ്റ്റ് പാർട്ടിലേക്ക് വരിക. സോ രണ്ടിൻ്റെയും വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യാം. സോ എനിവേ now let's discuss the chapter, the last part. See, the Germans had withdrawn without a fight. ഇപ്പോൾ ജർമ്മൻകാർ അവിടെ നിന്നും ആ വാർസോ ആ ഭാഗത്തു നിന്നും അവർ പോയിട്ടുണ്ട്, പിൻവാങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ്. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ് ഐ പ്രിപ്പയർഡ് ഫീവറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. സോ ലൈറ്റ് വന്ന സമയത്ത് ഇയാൾ ഒരു സാഹസത്തിന് മുതിരുകയാണ്. വെഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാഹസത്തിന് മുതിരുക. എന്താണ് ആ സാഹസം? പുറത്തിറങ്ങുക, ആ മച്ചിൻ്റെ ആ മേൽത്തട്ടിൻ്റെ ഭാഗത്തു നിന്നും പുറത്തിറങ്ങുക, റോഡിലേക്ക് വെളിയിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു അഡ്വഞ്ചറസ് ടാസ്ക് ഇയാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ പിന്നെ അതുപോലെ തന്നെ ഈ ഫീവറിഷ്ലി എന്നുള്ള വേർഡിൻ്റെ മീനിങ്, ഫീവർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പനിയാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഫീവറിഷ്ലി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് പേടിയോടുകൂടി എന്നുള്ള മീനിങ് തന്നെയാണ്, വിത്ത് ഫിയർ എന്നുള്ള മീനിങ് തന്നെയാണ്. സോ അയാൾ ആ ഒരു സാഹസത്തിന് മുതിരുകയാണ്, പുറത്തിറങ്ങുക എന്നുള്ള സാഹസത്തിന് മുതിരുകയാണ്. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. അപ്പോൾ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തനിക്ക് ആ ജർമ്മൻ ഓഫീസർ ഒരു ഓവർകോട്ട് തന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഓവർകോട്ട് തന്നിരുന്നു. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ. അപ്പോൾ ഞാനത് ആൾറെഡി ധരിച്ചിരുന്നു, എൻ്റെ ദേഹത്ത് ആ ഒരു ഓവർകോട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. Anyway, I had already put it on when I suddenly heard the rhythmic footsteps of gods ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ. അതായത് ഇയാൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ ഗാർഡ്സിൻ്റെ ഫുഡ് സ്റ്റെപ്സ് പുറത്തുനിന്നും കേട്ട സമയത്ത് ഇയാളത് ധരിച്ചു എന്ന് പറയുകയാണ്. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ വെൻ ഐ സഡൻലി ഹേർഡ് ദ റിതമിക് ഫുഡ് സ്റ്റെപ്സ്. ഞാൻ ആ റിതമിക്കുള്ള ഒരു ഫുഡ് സ്റ്റെപ്സ്, അതായത് ഈ റിതമിക് ഫുഡ് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് മാർച്ച് ചെയ്യുന്ന പോലെ, പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്ന പോലെ, മാർച്ച് ചെയ്യുന്ന ആ ഒരു സൗണ്ട് ഒരു റിതമിക്കാണല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഇയാൾ വേഗം ആ കോട്ട് ധരിച്ച് വേഗം പിന്നെ മച്ചിൻ്റെ പുറത്തേക്ക് തന്നെ വേഗം കയറി. ആൻഡ് ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിത്ഡ്രോൺ ദെൻ. അപ്പോൾ ഇവർ പോയില്ലേ, പിൻവാങ്ങി പോയില്ലേ, അത് പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഇയാൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടായി. ഐ സാങ്ക് ഓൺ മൈ മാട്രസ്. ഇയാൾ ആ ഒരു മാട്രസിൽ, ആ ഒരു വിരിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പിന്നെ പ്ലേസിൽ ഇയാൾ വീണ്ടും ഒതുങ്ങിക്കൂടുകയാണ്. ഐ സാങ്ക് ഓൺ മൈ മാട്രസ്. പേടിച്ച് വിറച്ച് വീണ്ടും ഇയാൾ ആ മച്ചിൻ്റെ മുകളിലുള്ള ആ ഒരു ലോഫ്റ്റിൽ പിന്നെ സാങ്ക് ചെയ്തു, അതായത് ഒതുങ്ങിക്കൂടി കിടന്നു അവിടെ. അട്ടർലി ഡിജക്റ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദുഃഖിതനായിട്ട്. ആൻഡ് ലേ ദേർ, അവിടെ കിടന്നു. അൺടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. പുതിയതെന്തെങ്കിലും എൻ്റെ കാതിലേക്ക് എത്തുന്നതും കാത്ത്, അല്ലെങ്കിൽ അതുവരെ ഞാൻ അവിടെ കിടന്നു. ദ വോയിസസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. അതായത് ഇയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്? സ്ത്രീകളുടെയോ കുട്ടികളുടെയോ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇയാൾ കേൾക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നത് ഈ മാർച്ച് ചെയ്തു പോകുന്ന പട്ടാളക്കാരുടെ ഫുഡ് സ്റ്റെപ്പിൻ്റെ സൗണ്ടാണ്. അപ്പോൾ അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു സൗണ്ട്, കുട്ടികളുടെയോ സ്ത്രീകളുടെയോ ഒക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുന്നത് വരെ അയാൾ അക്ഷമനായി അവിടെ ദുഃഖിതനായി കിടന്നു. അറ്റ് ആൾ ദ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫോർമേഷൻ. ഐ റാൻ ഡൗൺ സ്റ്റെയേഴ്സ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഇയാൾ പുറത്തേക്ക് എത്തുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഐ റാൻ ഡൗൺ സ്റ്റെയേഴ്സ്, ഞാൻ താഴത്തേക്ക് ഓടി. അതായത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ സൗണ്ടൊക്കെ നിലച്ചപ്പോൾ ഇയാൾ താഴത്തേക്ക് ഓടി. പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ. അപ്പോൾ താഴെ വന്നിട്ട് ഫ്രണ്ട് ഡോറിലൂടെ ഞാൻ എൻ്റെ തല വെളിയിലേക്ക് ഇട്ടു. ആൻഡ് ലുക്ക്ഡ് ഔട്ട്, പുറത്തേക്ക് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. ഒരു രാവിലെയായിരുന്നു, മിസ്റ്റി മോർണിംഗ്, മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന, ഗ്രേ കളറിൽ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ടു മൈ ലെഫ്റ്റ്, നോട്ട് far away, stood a woman soldier in a uniform that was difficult to identify at this distance. അപ്പോൾ കുറച്ച് അകലെയായിട്ട് ഒരു ലേഡി, ഒരു വുമൺ സോൾജിയർ, യൂണിഫോമിൽ ഒരു വുമൺ സോൾജിയർ നിൽക്കുന്നത് ഇയാൾ കാണുകയാണ്. എ വുമൺ വിത്ത് എ ബണ്ടിൽ on her back was approaching from my right. When she came closer, I ventured to speak to her. സോ ഇയാൾ പുറത്തേക്ക് വന്ന സമയത്ത് ആദ്യം ഇയാൾ കാണുന്നത് ഒരു വുമൺ സോൾജിയറിനെയാണ്, യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വുമൺ സോൾജിയറിനെയാണ്. അപ്പോൾ ആ വുമൺ സോൾജിയർ അടുത്തേക്ക് വന്ന സമയത്ത് ഇയാൾ അവരോട് സംസാരിക്കാനായിട്ട് മുതിരുകയാണ്. വെൻ ഷീ കെയിം ക്ലോസർ ഐ വെഞ്ചുവേർഡ് ടു സ്പീക്ക് ടു ഹെർ.
ഹലോ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാണ്ട് ഇയാൾ സംസാരം തുടങ്ങി. ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്. പതുക്കെ പതിഞ്ഞ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ബെക്കണിങ് ഹെർ ഓവർ. ഈ ബെക്കണിങ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മാടി വിളിക്കുക എന്നാണ്. അപ്പോൾ ഹലോ എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞ് മാടി വിളിക്കുന്നത് പോലെ ഇയാൾ സംസാരിക്കാൻ തുടങ്ങി. അവർ വിളിക്കാൻ അടുത്തേക്ക്, കുറച്ചുകൂടെ അടുത്തേക്ക് വിളിക്കാനായിട്ട് തുടങ്ങി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഷീ സ്റ്റെയേർഡ് അറ്റ് മീ. ആ ഓഫീസർ അതല്ലെങ്കിൽ ആ ഒരു വുമൺ സോൾജിയർ ഇയാളെ തറപ്പിച്ചു നോക്കി. സ്റ്റെയേർഡ് അറ്റ് മീ, തറപ്പിച്ചു നോക്കി. ഡ്രോപ്പ്ഡ് ഹെർ ബണ്ടിൽ. കയ്യിലുണ്ടായിരുന്ന ബണ്ടിൽ അവിടെ ഇട്ടു. ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമ്മൻ. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? എ ജർമ്മൻ, ഒരു ജർമ്മൻകാരൻ എന്താ ഇവിടെ എന്ന് പറഞ്ഞാണ്ട് അലറി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കാരണം എന്താണ്? ഇയാളുടെ ദേഹത്ത് ആ ജർമ്മൻ ഓഫീസർ കൊടുത്ത ഓവർകോട്ട് ഉണ്ട്. അപ്പോൾ ഇയാൾ ജർമ്മനാണ് എന്ന് വിചാരിച്ചിട്ട് ആ സോൾജിയർ, ആ ഒരു വുമൺ സോൾജിയർ, ഇവരെ ജർമ്മൻകാരെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു വുമൺ സോൾജിയർ ഇയാൾ ജർമ്മനാണെന്ന് വിചാരിച്ചിട്ട് ഇയാൾ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ്. പെട്ടെന്ന് തന്നെ ഗാർഡ് വരുന്നു. സോമി ഇയാളെ കാണുകയാണ്. എയിംഡ് ആൻഡ് ഫയർഡ് ഹെർ മെഷീൻ പിസ്റ്റൾ. അപ്പോൾ ആ മെഷീൻ പിസ്റ്റൾ ഉപയോഗിച്ചിട്ട് ഫയർ ചെയ്യുന്നുണ്ട് ഇയാളെ. അപ്പോൾ തെറ്റിദ്ധരിച്ചതാണ്. ഇയാൾ ഈ ഇയാൾ ജർമ്മൻകാരനാണ് എന്ന് വിചാരിച്ചു അവർ. അപ്പോൾ ജർമ്മനും ഈ പറയുന്നത് പോലെ തന്നെ ഇത് നടക്കുന്നത് പോളണ്ടിലാണ്, വാർസലോയിലാണ്. അപ്പോൾ അവിടെ രണ്ടും ഈ പറയുന്ന പോലെ സൈന്യം ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ഇയാൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് ആ മച്ചിൻ്റെ പുറത്തിരുന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു ഇതുവരെയും, ജൂതമതക്കാരനായ ഇദ്ദേഹം. പിന്നീട് ജർമ്മൻ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങി എന്നറിഞ്ഞപ്പോഴാണ് ഇയാൾ പുറത്തേക്ക് വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇയാളുടെ ദേഹത്ത് ജർമ്മൻ ഓഫീസർ കൊടുത്ത ആ അനുകമ്പയോടുകൂടി ജർമ്മൻ ഓഫീസർ കൊടുത്ത കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവിടെയുള്ള വാർസലോയിലെ പട്ടാളക്കാർ ഇയാൾ ജർമ്മനാണ് എന്ന് വിചാരിച്ച് ഇയാൾ അറ്റാക്ക് ചെയ്യുകയാണ്. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ. ചുമര് തുളച്ച് ബുള്ളറ്റ് പോയി. ആൻഡ് വിത്തൗട്ട് തിങ്കിങ്, ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ, ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയേഴ്സ് ആൻഡ് ടുക്ക് റെഫ്യൂജി ഇൻ ദ ആറ്റിക്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല, ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു, നേരെ വീണ്ടും പഴയ സ്ഥലത്തേക്ക്, ആറ്റിക്കിലേക്ക്. ലുക്കിംഗ് ഔട്ട് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. അപ്പോൾ പിന്നീട് ഇയാൾ തിരിച്ചറിയണം, താൻ നിൽക്കുന്ന ആ ഒരു ബിൽഡിംഗ് മൊത്തം വളഞ്ഞിട്ടുണ്ട്, പട്ടാളക്കാർ വളഞ്ഞിട്ടുണ്ട് എന്ന് ഇയാൾ മനസ്സിലാക്കുകയാണ്. ലുക്കിംഗ് ഔട്ട് മൈ ലിറ്റിൽ വിൻഡോ, തൻ്റെ ചെറിയ വിൻഡോയിലൂടെ നോക്കി. കുറച്ച് മിനിറ്റിന് ശേഷം ഇയാൾ ആ ചെറിയ വിൻഡോയിലൂടെ നോക്കിയപ്പോൾ ഇയാൾ എന്താ കണ്ടത്? ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. ആ ബിൽഡിംഗ് മൊത്തം പട്ടാളക്കാർ വളഞ്ഞിട്ടുണ്ട്. I heard soldiers calling to each other and then the sound of shots and exploding hand grenades. അപ്പോൾ അവരുടെ നിലവിളി ശബ്ദം, ഒരൊച്ചത്തിൽ ഷൗട്ട് ചെയ്ത് വിളിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഗ്രനേഡിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഇയാൾ കേൾക്കുകയാണ്. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ സാഹചര്യം, എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ അബ്സേർഡായിരുന്നു. ഈ അബ്സേർഡ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീനിങ്ലെസ്, നോൺസെൻസ് എന്നുള്ളൊരു മീനിങ്ങാണ് ശരിക്കും അബ്സേർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ ചെയ്യുക, എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. അബ്സേർഡായിരുന്നു, ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ Polish soldiers in liberated Warsaw on the very verge of freedom. അപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ് മിക്കവാറും ഞാൻ പോളിഷ് സോൾജിയേഴ്സിൻ്റെ വെടിയേറ്റ് മരിക്കും എന്നുള്ളത് ഇയാൾ കരുതുകയാണ്. ഫീവറിഷ്ലി ഐ ബിഗാൻ ടു വണ്ടർ ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ് ദാറ്റ് ഐ വാസ് പോളിഷ് ബിഫോർ ദേ ഡിസ്പാച്ച്ഡ് മീ ടു ദി നെക്സ്റ്റ് വേൾഡ് ആസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ്. അതായത് ഇയാൾ ചിന്തിക്കുകയാണ്, പേടിയോടുകൂടി ചിന്തിക്കുകയാണ്, എങ്ങനെ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ ജർമ്മൻ അല്ല, ഞാൻ ശരിക്കും പോളിഷുകാരനാണ്, ഈ കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ജർമ്മനിൽ നിന്ന് അവർ തെറ്റിദ്ധരിച്ചാണല്ലോ, അപ്പോൾ എങ്ങനെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളത് ഇയാൾ ചിന്തിക്കുകയാണ്. അതായത് അവർ എന്നെ വെടിവെച്ച് അവരെന്നെ നെക്സ്റ്റ് വേൾഡിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഒരു ജർമ്മൻ, ഒളിച്ചിരിക്കുന്ന ഒരു ജർമ്മൻ എന്നുള്ളൊരു ലേബലിൽ എന്നെ വെടിവെച്ച് കൊന്ന് വേറൊരു വേൾഡിലേക്ക് എന്നെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെയാണ്, ഞാൻ എങ്ങനെ ഇതൊന്ന് കൺവേ ചെയ്യുക, അവരോട് എങ്ങനെയാണ് ഞാനിതൊന്ന് പറഞ്ഞു കൊടുക്കുക, അതായത് ഞാൻ ജർമ്മൻ അല്ല എന്നുള്ള കാര്യം എങ്ങനെ ഞാൻ അവരോട് പറയും എന്നുള്ളത് ആലോചിച്ച് ഇയാൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അതുപോലെ തന്നെ വണ്ടർ ആവുകയാണ്, അതിശയിച്ച് അല്ലെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ട്രബിൾഡ് ആയിട്ട് നിൽക്കുകയാണ് ഇയാൾ. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റെയേഴ്സ്. അങ്ങനെ ഇയാൾ സ്റ്റെയേഴ്സിൽ നിന്നും ഇറങ്ങി വരികയാണ്. ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്, ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. അപ്പോൾ ഇയാൾ എന്നെ വെടിവെക്കരുത്, ഞാൻ പോളിഷുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വെളിയിലേക്ക് വരികയാണ്.
വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ക്ലൈംബിങ് ദ സ്റ്റെയേഴ്സ്. പെട്ടെന്ന് തന്നെ ഞാൻ കേട്ടു വളരെ വേഗത്തിലുള്ള, സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ വേഗത്തിലുള്ള ഫുഡ് സ്റ്റെപ്പ് ഞാൻ കേട്ടു. സ്റ്റെയർ കയറി വരുന്ന ഫുഡ് സ്റ്റെപ്സ് ഞാൻ കേട്ടു. ഇപ്പോൾ ഗാർഡ്സ് സ്റ്റെയർ കയറി വരുന്ന ഫുഡ് സ്റ്റെപ്സ് ഞാൻ കേട്ടു. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം. ഒരു യങ് ഓഫീസർ ഉണ്ട് അവിടെ മുമ്പിൽ, പോളിഷുകാരനാണ്, പോളിഷ് ഓഫീസർ ഉണ്ട്, യൂണിഫോമിൽ നിൽക്കുകയാണ്. വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പിൽ ഈഗിളിൻ്റെ ചിഹ്നമൊക്കെ ഉണ്ട്, അങ്ങനെ നിൽക്കുന്നുണ്ട്. കെയിം ഇൻ ടു വ്യൂ. ഹി പോയിൻറ്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ്. അയാളൊരു പിസ്റ്റൾ തൻ്റെ നേരെ നീട്ടിയിട്ട് പറയുകയാണ്, ഹാൻഡ്സ് അപ്പ്. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ്. ഇയാൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഡോൺ ഷൂട്ട്, എന്നെ വെടിവെക്കരുത്, ഐ എം പോളിഷ്, ഞാൻ പോളിഷുകാരനാണ് എന്ന് പറയുകയാണ്. ദ ലെഫ്റ്റനൻറ്റ് വെൻറ്റ് റെഡ് വിത്ത് ഫ്യൂറി. അപ്പോൾ ഇയാൾ, ഈ ഓഫീസറാവട്ടെ, ഭയങ്കര ഈ റെഡ് വിത്ത് ഫ്യൂറി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി, കോപത്തോടു കൂടിയിട്ട് നിൽക്കുകയാണ്, ചുവന്ന് തൊടുത്ത് നിൽക്കുകയാണ് ദേഷ്യപ്പെട്ട്. എന്നിട്ട് ഇയാൾ പറയുകയാണ്, ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ. എന്തുകൊണ്ടാണ് പിന്നെ നീ താഴെ ഇതുവരെയും വരാഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ഹി റോർഡ്, അലറിക്കൊണ്ട് ഇയാൾ ചോദിച്ചു. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദി ജർമ്മൻ കോട്ട്. ഈ ജർമ്മൻ കോട്ട് ഇട്ട് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചു. ഓൺലി വെൻ ദ സോൾജിയേഴ്സ് ഹാഡ് ടേക്കൺ എ ക്ലോസർ ലുക്ക് അറ്റ് മീ ആൻഡ് റിവ്യൂഡ് ദ സിറ്റുവേഷൻ ഡിഡ് ദേ റിയലി ബിലീവ് ഐ വാസ് ഇൻ ദ ജർമ്മൻ. ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് me to their headquarters so that I could wash and have a meal. ഇപ്പോൾ പിന്നീട് ഒരുപാട് സമയമെടുത്തിട്ടാണ് ഇയാൾ ജർമ്മനല്ല, പോളിഷുകാരൻ തന്നെയാണ് എന്നുള്ളത് കൂടെയുള്ള ഗാർഡ്സിന് അതല്ലെങ്കിൽ ഓഫീസേഴ്സിന് മനസ്സിലായത്. അങ്ങനെ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്തു, ഇയാളെ കൂട്ടിക്കൊണ്ട് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടുന്ന് ഇയാൾക്ക് ഒന്ന് വാഷ് ചെയ്യാനും കുളിക്കാനും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കിട്ടി കഴിക്കാൻ. ആഫ്റ്റർ 2 weeks, 2 ആഴ്ചകൾക്ക് ശേഷം, വെൽ കെയർഡ് ഫോർ ബൈ ദ മിലിറ്ററി. ഇപ്പോൾ മിലിറ്ററി ഇയാളെ നന്നായിട്ട് തന്നെയാണ് കെയർ ചെയ്തത്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ നോക്കി, ഭക്ഷണം കൊടുത്ത്, കിടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. അപ്പോൾ ആദ്യം ജർമ്മൻകാരനാണ് ഇയാളെന്ന് വിചാരിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്നത്. അതല്ല, ഇയാൾ പോളിഷുകാരൻ തന്നെയാണ് എന്നുള്ളത് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു, ഇയാളെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി നന്നായി ട്രീറ്റ് ചെയ്തു. ഓക്കെ, സോ ആഫ്റ്റർ 2 weeks, 2 ആഴ്ചകൾക്ക് ശേഷം, വെൽ കെയർഡ് ഫോർ ബൈ ദ മിലിറ്ററി, ഐ വാക്ക്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് വാർസോ വിതൗട്ട് ഫിയർ. അപ്പോൾ ആ ഒരു നഗരമുണ്ടല്ലോ വാർസോ, അതിലൂടെ ഇയാൾ പേടിയില്ലാതെ ഒന്ന് നടക്കുകയാണ്. എ ഫ്രീ മാൻ, ഒരു ഫ്രീ മാനെ പോലെ. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 6 years, കഴിഞ്ഞ 6 വർഷമായി ഇങ്ങനെ നടന്നിട്ട്. അപ്പോൾ ഇയാൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഒരു പേടിയും കൂടാതെ ആ വാർസോ പ്ലേസിലൂടെ അയാൾ അങ്ങനെ നടക്കുകയാണ്. ഐ ലുക്ക്ഡ് ഓവർ ടു ദി നോർത്ത് ഓഫ് ദ സിറ്റി. ഞാൻ ആ സിറ്റിയുടെ നോർത്ത് ഓഫ് ദ സിറ്റി ഞാൻ നോക്കി. വേർ ദ ഗെറ്റോ ഹാഡ് ബീൻ. അവിടെ എന്തുണ്ടായിരുന്നു? ഗെറ്റോ. ഈ ഗെറ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേരി പ്രദേശം ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ തിങ്ങിപ്പാർത്ത് താമസിക്കുന്ന, അതാണ് ഗെറ്റോ. ഗെറ്റോ ഹാഡ് ബീൻ ഗെറ്റോ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഇപ്പം ഇല്ല അവിടെ. വേർ 500,000 Jews ഹാഡ് ബീൻ മേർഡേഡ്. അവിടെ ഏകദേശം 100,000 ജൂതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദർ വാസ് നത്തിങ് ലെഫ്റ്റ് ഓഫ് ഇറ്റ്. അവിടെ ഇപ്പോൾ ഒന്നും ബാക്കിയില്ല. ടുമോറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്. അതിലൂടെ നടക്കുന്ന സമയത്ത് അയാൾ ചിന്തിക്കുകയാണ്, അയാൾ പറയുകയാണ്, നാളെ എനിക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം. വിതൗട്ട് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. എൻ്റെ മുമ്പിൽ എൻ്റെ പുറകിലിനി മറ്റൊന്നുമില്ല, മരണമല്ലാതെ വേറൊന്നും എനിക്കിനി പേടിക്കാൻ ഇല്ല. അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിയിട്ടുണ്ട്. ജർമ്മൻ സൈന്യം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ജൂതമതക്കാരെ ഇനി വേട്ടയാടി കൊല്ലില്ല. അപ്പോൾ ഇനി എൻ്റെ പുറകിലുള്ളത് മരണം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനെ മാത്രം ഞാൻ പേടിച്ചാൽ മതി, അല്ലാതെ ആരെ പേടിക്കേണ്ട, വേറൊരു മനുഷ്യനെയും ഞാൻ പേടിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എനിക്കിനി പുതിയൊരു ജീവിതം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞാണ്ട് അയാൾ അങ്ങനെ നടന്നു പോവുകയാണ്. ഐ വെൻറ്റ് ഓൺ മൈ വേ. ഇയാൾ അയാളുടെ വഴിയിലൂടെ, ആ ഒരു നഗരത്തിലൂടെ, ഈ പറയുന്ന വാർസോ നഗരത്തിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അതോടുകൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ നിന്നും, ആ ഒരു മെമ്മോയറിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. പിയാനിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു മെമ്മോയർ എന്ന് പറയുന്നത് നമ്മുടെ വ്ളാഡിസ്ലോ സ്പിൽമാൻ്റെ ഓർമ്മക്കുറിപ്പാണ്. അദ്ദേഹം ജർമ്മൻ സൈന്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് പലയിടത്തും ഒളിവിൽ താമസിച്ച സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ ഒരു സമാഹാരം അല്ലെങ്കിൽ ഒരു കളക്ഷൻ, ആ ഒരു റൈറ്റിംഗ്, ആ ഒരു വർക്ക്, അതാണ് ദ പിയാനിസ്റ്റ്. സോ അതിൽ നിന്നും
നിന്നും എടുത്ത ഒരു ഭാഗം അതാണ് നമ്മുടെ ഈ SSLC പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്ററായ ഇൻ ദി ആറ്റിക്. സോ ഇൻ ദി ആറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഒരു സ്പെൽമാൻ്റെ ഒരു മെമ്മോയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മെമ്മോയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓർമ്മക്കുറിപ്പാണ്, അനുഭവക്കുറിപ്പാണ്. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ബൈ ഓൾ, താങ്ക് യു.